ഇനി നമ്മുടെ ഒക്കെ പോക്കറ്റിനെയും ഇന്ത്യയുടെ ഭാവിയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. വീഴാൻ പോകുന്നത് ലോകത്തിന്റെ ഫാക്ടറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഡ്രാഗൺ സാമ്രാജ്യമാണ്. പതിറ്റാണ്ടുകളായി ലോകത്തെ വിരൽത്തുമ്പിൽ നിർത്തിയ ചൈനയുടെ സമ്പദ് വ്യവസ്ഥ ഇന്ന് നിലയില്ലാ കയത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. ചൈനീസ് വിപണികൾ തകരുമ്പോൾ ചൈനീസ് കമ്പനികൾ തങ്ങളുടെ അവസാന പ്രതീക്ഷയായി നോക്കുന്നത് ആരെയാണെന്നോ? ഇന്ത്യയെയാണ്. പക്ഷേ ഇതാണ് ഇതിലെ യഥാർത്ഥ ട്വിസ്റ്റ്. നമ്മളെ ശത്രുവായി കണ്ടിരുന്ന ചൈനയ്ക്ക് ഇന്ന് നിലനിൽക്കാൻ ഇന്ത്യയെ ആവശ്യമായി വന്നിരിക്കുന്നു. ഇത് ഒരു വെറും സാമ്പത്തിക പ്രതിസന്ധി അല്ല, മറിച്ച് ഏഷ്യയിലെ അധികാര കേന്ദ്രങ്ങൾ മാറുന്നതിന്റെ സൂചന തന്നെയാണ്. ചൈനയുടെ തകരുന്ന ബോട്ടിന് ഇന്ത്യ ഒരു ലൈഫ് ലൈൻ ആകുമോ, അതോ ഡ്രാഗണിനെ വരവേൽക്കാൻ മോദി സർക്കാർ ഒരുങ്ങുന്നത് പുതിയൊരു ചതിക്കുഴിയിലേക്കാണ്? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചൈനയുടെ മുങ്ങുന്ന സമ്പദ് വ്യവസ്ഥയും ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കങ്ങളുമാണ്. നോക്കാം. ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ്. ഒരു കാലത്ത് ലോകത്തിന്റെ ഫാക്ടറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ചൈന ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. പതിറ്റാണ്ടുകളായി ഇരട്ടയക്ക വളർച്ച കണ്ടിരുന്ന ഡ്രാഗൺ രാജ്യം ഇപ്പോൾ വെറും 2.5 മുതൽ 4% വരെയുള്ള വളർച്ചാ നിരക്കിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. ഈ ഒരു ഇക്കണോമിക് മെൽറ്റ് ഡൗൺ ചൈനീസ് കമ്പനികളെ ഭ്രാന്തമായി പുതിയ വിപണികൾ തേടാൻ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെയാണ് അവരുടെ കണ്ണുകൾ ഇന്ത്യയിൽ ഉടക്കി നിൽക്കുന്നത്. ചൈന നേരിടുന്ന വെല്ലുവിളി നിസ്സാരമല്ല. അവരുടെ ആഭ്യന്തര വിപണി ശരിക്കും തളർന്നു കഴിഞ്ഞു. മുമ്പ് കയറ്റുമതിയിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന ചൈനയ്ക്ക് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും കടുത്ത നികുതി നിയന്ത്രണങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. ഇതിന് പുറമെയാണ് അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് സെക്ടറിലെ തകർച്ച. ലക്ഷക്കണക്കിന് ആളുകളുടെ സമ്പാദ്യമാണ് അവിടെ ഇല്ലാതായത്. ആളുകളുടെ കയ്യിൽ പണമില്ല, കൺസംപ്ഷൻ കുറഞ്ഞു. അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും ബിസിനസ് നിലനിർത്താനും ചൈനീസ് കമ്പനികൾക്ക് ഇന്ത്യയെ പോലെ വലിയൊരു വിപണി അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ അതിവേഗം വളരുന്ന മധ്യവർഗം ചൈനീസ് ടെക് കമ്പനികൾക്ക് ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നൽകുന്നത്. സ്മാർട്ട് ഫോണുകൾ മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വരെ എല്ലാ മേഖലയിലും ചൈനീസ് ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിലേക്ക് വരാൻ ക്യൂ നിൽക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് വെറും ഒരു ലാഭത്തിന് വേണ്ടിയുള്ള നീക്കമല്ല, മറിച്ച് ചൈനീസ് കമ്പനികളുടെ നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടമാണ്. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെയും PLI സ്കീമുകളുടെയും ഭാഗമാകാൻ ചൈനീസ് കമ്പനികൾക്ക് ഇപ്പോൾ വലിയ താല്പര്യമുണ്ട്. ഇന്ത്യയിൽ ഫാക്ടറികൾ സ്ഥാപിച്ചാൽ അവർക്ക് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യയിലെ കൂറ്റൻ വിപണി ലഭിക്കും. രണ്ടാമതായി, പാശ്ചാത്യ രാജ്യങ്ങൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ലേബലിൽ അവർക്ക് സാധനങ്ങൾ ലോകം മുഴുവൻ വിൽക്കാൻ സാധിക്കും. ചൈനീസ് കമ്പനികൾക്ക് ഇതൊരു സ്ട്രാറ്റജിക് ഷിഫ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഏറ്റവും പുതിയ ഗവൺമെന്റ് അപ്ഡേറ്റിലേക്ക് വരാം. 2020 അതിർത്തി തർക്കത്തിന് ശേഷം ചൈനീസ് നിക്ഷേപങ്ങൾക്ക് ഇന്ത്യ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ചൈനീസ് നിക്ഷേപം സ്വീകരിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ വളരെ ജാഗ്രതയോടെയുള്ള നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. 2020 അതിർത്തിയിലുണ്ടായ ആ സംഘർഷങ്ങളെ തുടർന്ന് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന് സർക്കാർ മുൻകൂർ അനുമതി നിർബന്ധമാക്കിയിരുന്നു. ഇത് ചൈനീസ് നിക്ഷേപങ്ങളെ വലിയ രീതിയിൽ നിയന്ത്രിച്ചു. എന്നാൽ ഇപ്പോൾ 2026 ഫെബ്രുവരിയിലെ വാർത്തകൾ പ്രകാരം ഇതിൽ ചില ഇളവുകൾ നൽകാൻ ഇന്ത്യ ആലോചിക്കുന്നുണ്ട്. ഇന്ത്യയിലെ പല വ്യവസായ സംഘടനകളും ഇപ്പോൾ സർക്കാരിനോട് ഈ കർശന നിയമങ്ങളിൽ ചില ഇളവുകൾ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഡി മിനിമിസ് എന്നൊരു പുതിയ ക്ലോസ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതായത് ചെറിയ തുകയിലുള്ള ചൈനീസ് നിക്ഷേപങ്ങൾക്ക് ഓട്ടോമാറ്റിക് അനുമതി നൽകുക. ഇലക്ട്രോണിക്സ്, EV ബാറ്ററികൾ തുടങ്ങിയ മേഖലകളിൽ ചൈനീസ് സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ചൈനീസ് കമ്പനികളുമായി ഇന്ത്യൻ കമ്പനികൾക്ക് സംയുക്ത സംരംഭങ്ങൾ തുടങ്ങാൻ അനുമതി ലഭിച്ചേക്കാം. പക്ഷേ ഇതിലൊരു നിബന്ധനയുണ്ട്. ചൈനീസ് പങ്കാളിത്തം 26% പരിമിതപ്പെടുത്തുമെന്നും കമ്പനിയുടെ നിയന്ത്രണം ഇന്ത്യക്കാരുടെ കയ്യിലായിരിക്കണമെന്നും ചർച്ചകൾ നടക്കുന്നുണ്ട്. രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാതെയുള്ള ഒരു തന്ത്രപരമായ നീക്കമാണിത്. ഇനി ചൈനീസ് കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നത് വെറുതെ പണവുമായിട്ടല്ല, മറിച്ച് അത്യാധുനിക സാങ്കേതിക വിദ്യയുമായിട്ടുമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ഗ്രീൻ ടെക് കൂടി അവരുടെ പക്കലുണ്ട്. സോളാർ പാനലുകൾ, EV ബാറ്ററികൾ എന്നിവയിൽ ചൈന ലോക നേതാവാണ്. ഇന്ത്യ ഈ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ സാങ്കേതിക വിദ്യകൾ നമുക്ക് വലിയ സഹായകമാകും. ഇനി ഇത് വെറും ഒരു നിക്ഷേപമായി മാത്രം മാറരുത്, മറിച്ച് ടെക്നോളജി ട്രാൻസ്ഫർ, അതായത് ആ വിദ്യ നമുക്കും കൂടി പഠിപ്പിച്ചു തരണമെന്ന ശക്തമായ നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. എങ്കിലും വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചൈനീസ് ആപ്പുകൾക്കും ടെലികോം ഉപകരണങ്ങൾക്കും നാം ഏർപ്പെടുത്തിയ നിരോധനം അവയുടെ സുരക്ഷാ ഭീഷണി കണക്കിലെടുത്തായിരുന്നു. ആ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്നത് വലിയൊരു ചോദ്യമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ വീഴ്ച ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയും അതോടൊപ്പം തന്നെ വലിയൊരു സുവർണ അവസരവുമാണ്. ചൈനയുടെ തകരുന്ന ബോട്ടിന് ഇന്ത്യ ഒരു ലൈഫ് ലൈൻ ജാക്കറ്റ് ആകുമോ, അതോ ഇന്ത്യ ഈ സാഹചര്യത്തെ മുതലെടുത്ത് ആഗോള നിർമ്മാണ ഹബ്ബായി മാറുമോ? വരും മാസങ്ങളിലെ ഇന്ത്യയുടെ പോളിസി മാറ്റങ്ങൾ ഇതിൽ നിർണായകമാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.